യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം തിരുവചനം. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. യേശുവിൽ പ്രിയ സഹോദരരെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ, മരണ, ഉദ്ധാന ദിനങ്ങളുടെ അനുസ്മരണമായ വലിയ നോയമ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഓരോ നോയമ്പും ഓരോ പുതിയ തുടക്കമാണ്. നമ്മളുടെ തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ നിന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും നവീകരിക്കുവാനുള്ള അവസരമാണ് ഓരോ നോയമ്പ് കാലവും. എല്ലാ പുണ്യങ്ങളുടെയും നടുവിൽ കഴിഞ്ഞ ആദ്യ മാതാപിതാക്കൾ അനുസരണക്കേട് മൂലം നഷ്ടമാക്കിയത് ദൈവ സാന്നിധ്യമാണ്. ഇന്ന് നമ്മളുടെ പല കുടുംബങ്ങളിലും ദൈവ സാന്നിധ്യം നഷ്ടമാകുന്നതിന് കാരണം ഇതേ അനുസരണക്കേട് തന്നെയാണ്. സ്വയം കേന്ദ്രീകൃതമായ വ്യക്തി താൽപര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ അനുസരണം എന്നത് അടിമത്തത്തിന്റെ പ്രതീകമായിട്ടാണ് കരുതുന്നത്. ദൈവത്തെയോ സഭയെയോ മാതാപിതാക്കളെയോ അനുസരിക്കുക എന്നത് ബലഹീനതയായി കരുതുന്നിടത്താണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ച വിശുദ്ധ യോസേപ്പിതാവും പരിശുദ്ധ അമ്മയും നമ്മളുടെ ജീവിതങ്ങൾക്ക് മുമ്പിൽ ഒരു വെല്ലുവിളിയാകുന്നത്. മനുഷ്യ സാധാരണമല്ലാത്ത പ്രതിസന്ധികൾ അവരെ അലട്ടിയപ്പോഴും ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് കുടുംബ ഭദ്രത കാത്തു സൂക്ഷിച്ചപ്പോഴാണ് ദൈവകുമാരന് ആ കുടുംബത്തിൽ പിറക്കുവാൻ ഇടയായത്. നമ്മളുടെ കുടുംബങ്ങൾക്ക് തിരുക്കുടുംബം ഒരു മാതൃകയാണ്. നമ്മളുടെ മക്കൾ നമ്മളെ അനുസരിക്കുന്നില്ല എന്ന് പരാതിപ്പെടുമ്പോൾ നമ്മളുടെ മക്കൾക്ക് അനുസരണത്തിന്റെ എന്ത് പാഠങ്ങളാണ് നമ്മൾ നൽകിയിട്ടുള്ളത് എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. ഈ നോയമ്പ് കാലം ദൈവത്തോടും കുടുംബത്തോടുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനുള്ള കൃപ നമുക്ക് യാചിക്കാം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന തിരുവചനം ഈ നോയമ്പ് കാലത്ത് നമ്മളുടെ ജീവിതങ്ങളിലെ കുടുംബങ്ങളിൽ അന്വർത്ഥമാവുന്നതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.